വിസ്മയ എന്ന പെൺകുട്ടി ഇപ്പോഴും വേദനയായി നിൽക്കുന്നു. സ്ത്രീധനം എന്ന വിപത്താണ് കൊല്ലം നിലമേൽ സ്വദേശിനിയായ വിസ്മയയുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത്. അകാലത്തിൽ ആ ജീവിതം അവസാനിച്ചത്. അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ പന്തീരാങ്കാവിൽ നവവധു ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നു. ഈ സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച രാഹുൽ പി ഗോപാൽ വലിയ ഫ്രോഡാണെന്നാണ് പുറത്തു വരുന്ന വിവരം. രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനാണെന്നാണ് പോലീസ് പറയുന്നത്. രാഹുൽ വേറെയും വിവാഹം കഴിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. ഈ വിവാഹം വേർപെടുത്തിയിട്ടില്ല. ഈ വിവാഹം നിലനിൽക്കെയാണ് ഇയാൾ പറവൂർ സ്വദേശിയായ യുവതിയെ വീണ്ടും വിവാഹം ചെയ്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാഹുൽ പൂഞ്ഞാറിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി. ഈ ബന്ധത്തിൽ വിവാഹമോചനം നടന്നിട്ടില്ലെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യം വിവാഹം ചെയ്ത പൂഞ്ഞാർ സ്വദേശിയായ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിനിടെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് വിവാഹങ്ങളല്ലാതെ രാഹുൽ വേറെയും വിവാഹം കഴിച്ചിരുന്നുവെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ രാഹുലിനെ കുറിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ അച്ഛൻ രംഗത്ത് വന്നു. രാഹുലിന് മുമ്പ് 2 വിവാഹങ്ങൾ ഉറപ്പിച്ചിരുന്നു. എന്നാൽ സ്വഭാവദൂഷ്യം കാരണം പെൺവീട്ടുകാർ പിൻവാങ്ങുകയായിരുന്നു. രാഹുൽ വിവാഹ തട്ടിപ്പുകാരനാണെന്നും അദ്ദേഹം ആരോപിച്ചു. മുടങ്ങിപ്പോയ 2 വിവാഹാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പെൺകുട്ടിയുടെ അച്ഛൻ ആവശ്യപ്പെട്ടു. കേസിന്റെ തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസുകാരനും രാഹുലും സുഹൃത്തുക്കളെ പോലെയാണ് സംസാരിച്ചതെന്നാണ് യുവതിയുടെ അച്ഛൻ പറയുന്നത്. യുവതിയും അച്ഛനും പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ രാഹുലും കൂട്ടുകാരും അവിടെ എത്തിയിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു. പോലീസുകാർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും യുവതിയുടെ അച്ഛൻ അറിയിച്ചു. കേസ് എറണാകുളത്തേക്ക് മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. യുവതിയുടെ ദുരിതാവസ്ഥയെ അച്ഛൻ വിവരിച്ചു. മകൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. ബ്രഷ് ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ആഘാതത്തിൽ നിന്ന് ഇനിയും മകൾക്ക് കരകയറാൻ കഴിഞ്ഞിട്ടില്ലെന്നും അച്ഛൻ പറഞ്ഞു. രാഹുൽ പി ഗോപാലിനെതിരെ വധശ്രമത്തിനാണ് പന്തീരാങ്കാവ് പോലീസ് കേസെടുത്തത്. ഫറോക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സജു കെ എബ്രഹാമിന്റെ നിർദ്ദേശത്തിലാണ് കേസെടുത്തത്. ഞായറാഴ്ച പെൺകുട്ടിയുടെ വീട്ടുകാർ രാഹുലിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് പെൺകുട്ടി ക്രൂരമായി മർദ്ദനത്തിനിരയായ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിനെ സമീപിക്കുകയായിരുന്നു. പോലീസ് ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി ചർച്ച നടത്തി. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം രാഹുലിന് നോട്ടീസ് നൽകി പറഞ്ഞുവിട്ടു. എന്നാൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണിത്. എന്നാൽ സംഭവം വാർത്താ പ്രാധാന്യം നേടിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത്. അതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി രാഹുലിന്റെ അമ്മ എത്തി. യുവതിയെ രാഹുൽ ഗുരുതരമായി മർദ്ദിച്ചിട്ടില്ലെന്നാണ് അമ്മ പറയുന്നത്. രാഹുൽ വീട്ടിൽ നിന്ന് പോയി, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അവർ പറയുന്നു. സ്ത്രീധനം ചോദിച്ചിട്ടില്ലെന്നും കോട്ടയത്തെ വിവാഹാലോചന ഒഴിവായത് മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നും അമ്മ പറഞ്ഞു. ജയിക്കാൻ വേണ്ടിയാണ് സ്ത്രീധനം ചോദിച്ചുവെന്ന ആരോപണം അവർ ഉയർത്തുന്നത്. മോളുടെ കുറ്റം അവർ മറച്ചു പിടിക്കുകയാണെന്നും രാഹുലിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു.